ഹായ് മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. ഇയാൾക്ക് ഇതന്നല്ലേ പണി, പ്രധാനപ്പെട്ട കാര്യം മക്കൾ. അതുകൊണ്ടല്ല, ഇപ്പോൾ റിസൾട്ടിൻ്റെ ഒരു മാസമാണ് ശരിക്കും. അതായത് SSLC മെയ് 9 വരുന്നുണ്ട്, +2 റിസൾട്ട് മെയ് 21 വരുമെന്ന് പറയുന്നുണ്ട്, +1 റിസൾട്ട് പിന്നാലെ വരും. ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ റിസൾട്ടിൻ്റെ ഒരു കാലഘട്ടമാണ് വരുന്നത്. എന്തിനാണ് നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങാൻ പറയുന്നത്? എന്തിനാണ് സാറേ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്? തുടക്കം മുതൽ ഞങ്ങൾ ലാസ്റ്റ് പഠിച്ചിട്ട് തന്നെ ഇത്രയും കാലം നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ള ഒരാളെന്നായിരുന്നു. അതായത് ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്നൊരു കാര്യമായിട്ടുള്ള നോക്കലാണ്, അല്ലെങ്കിൽ ശനി ഞായറൊക്കെ കിട്ടുമ്പോൾ ആ സമയത്ത് നല്ല നോക്കും. എന്തിന് വേണം നമ്മൾ മെയ് മാസത്തിൽ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എന്തിനാണ് മെയ് മാസത്തിൽ തന്നെ, അതായത് തുടക്കത്തിൽ തന്നെ, എന്തിന് മെയ് മാസത്തിൽ തന്നെ സാറേ ഞങ്ങൾ അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ എന്തിന് പഠിച്ചു തുടങ്ങണം? മക്കളെ, ഞാൻ പറയുന്നത് +2കാരോടാണെങ്കിൽ മക്കളോട് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്, നിങ്ങൾ റിസൾട്ട് വരുന്ന സമയത്ത്, അതായത് +2ഓ SSLCയോ ആരെങ്കിലും ഇപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് അവരെ കൂടെ പോയിരിക്കുക. അവരെ കൂടെ പോയിരുന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവർ പറയുന്ന കാര്യം. എനിക്ക് ഒരുപാട് കുട്ടികൾ, ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം, പക്ഷേ വീണ്ടും ഇത് ആവർത്തിച്ചൊരു രസമില്ലാത്തൊരു ടോക്ക് പോലെ ആയിട്ടുണ്ട്. പക്ഷെ പറഞ്ഞേ പറ്റൂ. ചില കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് നിങ്ങളെ അത് ബോധ്യപ്പെടുത്തണം. അതെൻ്റെ കടമയാണ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, സയ്യിദ് സാറ് ഞങ്ങളൊന്നും കൂടി മോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഇവിടെ എത്തുമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അന്ന് മാർക്ക് കിട്ടുമായിരുന്നു. അന്ന് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് സയ്യിദ് സാർ ഇങ്ങനെ വീണ്ടും പറയുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങളോട് പറയുന്ന കാര്യം, അതായത് തുടക്കത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. നമ്മുടെ വീട് അടച്ചു പൂട്ടിയിട്ട് നമ്മൾ ഒരു വർഷക്കാലം എവിടെയോ പോയി. ഒരു വർഷക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ വീട് തുറക്കുമ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കയറിയിട്ട് സ്മൂത്തായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താടാ, ഒരുപാട് പൊടി പടലങ്ങൾ പിടിച്ച് കിടക്കുന്നുണ്ടാവും, ഒരുപാട് പണിയായിരിക്കും. അതായത് ഇങ്ങനെ കുറേ, അതായത് ഒരു ദിവസം കൊണ്ടൊന്നും അത് റെഡി ആവില്ല. അത്രയും പണിക്കാരെ നിർത്തി, അത്രയും ജോലിക്കാരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് അടിച്ച് വൃത്തിയാക്കി ചിലപ്പോൾ വീണ്ടും പെയിൻ്റൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതെന്ത് ഇരട്ടിപ്പണിയായി? അപ്പോൾ നമ്മൾ ചോദിക്കും, വേണ്ടില്ലായിരുന്നത് തോന്നാറില്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് നമ്മൾ ഡെയിലി ഒരു വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഡെയിലി ഒരു 5 മിനിറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ ചിലപ്പോൾ വീട് വൃത്തിയാക്കാൻ. അതേപോലെ തന്നെ മക്കളെ, നിങ്ങൾ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ 24 മണിക്കൂറുണ്ട്. അതിൽ 24 മണിക്കൂർ ഞാൻ മാറ്റി വെക്കാൻ പറയുന്നില്ല. അതൊക്കെ സമയം നമുക്ക് എക്സാമൊക്കെ എടുക്കുമ്പോൾ 24 മണിക്കൂറല്ല, ഒരു 3 മണിക്കൂറൊക്കെ അപ്പം മാറ്റിക്കോ. ഇപ്പം മക്കളൊരു 1 അവർ വെച്ചിട്ട് നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ടുള്ള കുറച്ച് ഷെഡ്യൂളുകളാണ് നമ്മളെ സൂപ്പർ ബാച്ചിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ആ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാറേ ഫീസ് വേണ്ടെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. മക്കളെ, ഫീസ് വേണം. പക്ഷെ നമ്മൾ എത്ര ചെറിയ പൈസകൾ വെറുതെ കളയുന്നുണ്ട്. അതായത് വെറുതെ എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലർ മേക്കപ്പ് വാങ്ങിയിട്ട്, അപ്പോൾ സാറേ മേക്കപ്പ് വേണ്ടേ? ഞാൻ അതല്ല പറഞ്ഞത്. അതല്ലല്ലോ നമ്മുടെ അൾട്ടിമേറ്റ്. അതായത് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി ഏറ്റവും നല്ല കോളേജിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതാണ്? ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെ കൂടിയാണ് ഞാൻ മെയ് മാസത്തിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നത്. ഇത് സയ്യിദ് സാറിൻ്റെ വാക്കാണ്. നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളും ഇതേപോലെ റിസൾട്ടിൻ്റെ ആ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ മുന്നിലിരുന്ന് നിങ്ങൾ പറയും, മുമ്പെപ്പോഴോ സയ്യിദ് സാർ ഇങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നു, തുടക്കത്തിലേ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു. മക്കളെ, വൈകിട്ടില്ല. പോയ ബസ്സിനെ നോക്കിയിട്ട് പോയല്ലോ എന്ന് നോക്കുന്നതിനേക്കാളും നല്ലത് ആ ബസ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിന് കൈ കാണിച്ച് യാതൊരു കിതപ്പുമില്ലാതെ ആ ബസ്സിൽ കയറിക്കൊണ്ട് സ്മൂത്തായി യാത്ര ചെയ്യുന്നതല്ലേ നല്ലത്. ബസ് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ബസ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക. സയ്യിദ് സാറിൻ്റെ ഈ വാക്ക് നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. വേണമെങ്കിൽ ഇതിലെ വിടാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ സൂപ്പർ ബാച്ച് നിങ്ങൾക്കായിട്ട് കൃത്യമായ ഷെഡ്യൂളും കൃത്യമായ മെൻറ്റർഷിപ്പ് തരുന്നുണ്ട്. മക്കളെ, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അടിപൊളിയാക്കണം ഈ കൊല്ലം. സെറ്റല്ലേ? ഹാപ്പി അല്ലേ? സെറ്റ് തന്നെടാ.